ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു തൈര് കാച്ചിയതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് വീട്ടിലുണ്ടാക്കിയതാണിത്. എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി ആയിരിക്കും. ഞാൻ എൻ്റെ രീതിയിലൊന്ന് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് 2 അല്ലി വെളുത്തുള്ളി, 2 അല്ലി ചുവന്നുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കടുക്, ഉലുവ, നല്ല ജീരകം, അതിനോടൊപ്പം തന്നെ തൈരും കല്ലുപ്പും. ഇത്രയും മതി കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്തോട്ട് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുന്നുണ്ട്. കൂടെ തന്നെ നല്ല ജീരകവും കുറച്ച് ഉലുവയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായി മൂത്ത് വന്നപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും ചേർക്കുന്നുണ്ട്. ഒന്ന് വഴറ്റി മൂത്ത് വന്നപ്പോൾ കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ളു കായപ്പൊടി ചേർത്തിട്ടുണ്ട്. ഒപ്പം തന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. അതൊന്ന് വഴറ്റി മൂത്ത് വരുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ തൈര് ചേർക്കുന്നുണ്ട് കേട്ടോ. തൈര് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ഒത്തിരി കട്ടിയുള്ള തൈരല്ല, അന്ന് ഒരുപാട് ലൂസല്ല, ആ രീതിയിലുള്ള തൈരാണ് ഇതിന് ഉത്തമം. ആവശ്യത്തിന് കല്ലുപ്പ് കൂടി ചേർക്കുന്നുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്തിട്ട് തൈര് ചേർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ തൈര് തിളച്ച് പിരിയും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ റെസിപ്പി. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചു കൂട്ടാനാണ് ഈ തൈര് കാച്ചിയത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റിൽ കൂടി അറിയിക്കൂ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ.